വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ എന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓസ്ട്രേലിയൻ ഡെസേർട്ടാണ്. അതിൻ്റെ പേരാണ് പാവ്ലോവ. എഗ് വൈറ്റും ഈ ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. പിന്നെ അതിനകത്ത് കുറച്ച് ക്രീമും ഫ്രൂട്ട്സും ഒക്കെ ഫില്ല് ചെയ്യും. വളരെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. പിന്നെ ഇത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് പാവ്ലോവ ഉണ്ടാക്കുന്നതെന്ന്. പാവ്ലോവയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ് വൈറ്റ്സ് ആണ്. അതിനുവേണ്ടി ഞാൻ 4 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് നമ്മളിത് പുറത്തെടുത്ത് വെച്ചിരിക്കണം. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ എഗ് വൈറ്റും അതിൻ്റെ യോക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഓരോ എഗ്ഗും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ എഗ് വൈറ്റിനകത്ത് ഒട്ടും തന്നെ എഗ് യോക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ പാവ്ലോവ ഉണ്ടാക്കുമ്പോൾ ശരിയാകത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എഗ് വൈറ്റ്സ് നമുക്ക് ഉപയോഗിക്കണം. എഗ് യോക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബൗള് കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇതിനകത്ത് നമ്മൾ നേരത്തെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഫാറ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് നമുക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് കുറച്ച് ലോ സ്പീഡിൽ പോകാം. അത് കഴിയുമ്പോൾ സ്ലോലി അത് കൂട്ടിക്കൊടുക്കാം, സ്പീഡ് കൂട്ടിക്കൊടുക്കാം. ഇപ്പം നമുക്ക് കാണാമല്ലോ, അത് പതഞ്ഞു വരുന്നത് കാണാമല്ലോ അല്ലേ? ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രാനുലേറ്റഡ് ഷുഗർ പൗഡർ ചെയ്തതാണ്, പൊടിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ തരികൾ കുറച്ചുകൂടെ ചെറുതാണ്. ഷുഗർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ നമുക്ക് വിനീഗർ ഇതിന് പകരം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്രീം ഓഫ് ടാർട്ടർ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒന്നിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. കാരണം അത് ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് വനില എസൻസ് ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ടീസ്പൂൺ വനില എസൻസ് ആണ്. അതോടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് റെഡി ആകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പീക്സ് സോഫ്റ്റായിട്ട് വരും. അപ്പോഴാണ് ഇത് റെഡിയാകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ വരണം, അന്നേരമാണ് ഇത് റെഡിയാകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഇതുപോലെ പീക്സ് വരും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കോൺ സ്റ്റാർച്ചാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ടീസ്പൂൺ കോൺ സ്റ്റാർച്ചാണ്. കോൺ സ്റ്റാർച്ച് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ. അത് നമ്മളൊരു സ്പാച്ചുല അല്ലെങ്കിൽ വുഡൻ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഈ സമയത്ത് നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു 320 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ എടുക്കുക. അതിനകത്ത് നമ്മളൊരു സർക്കിൾ ഷേപ്പ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സർക്കുലർ ഷേപ്പിലുള്ള ഒരു സാധനം വെച്ച് ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഒരു പേപ്പറിൽ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോഴത്തേനും ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു സർക്കുലർ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ട്രേക്കകത്ത് ഇതുപോലെ മിക്സ് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കണം. കാരണം ആ പാർച്ച്മെൻറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ സർക്കുലർ ഷേപ്പ് വരച്ചിട്ടുണ്ട്, ആ സൈഡ് മുകളിലാക്കി വെക്കരുത് കേട്ടോ. കാരണം നമ്മൾ അവിടെ ഓൾറെഡി പെൻ കൊണ്ട് വരച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ടോപ്പാക്കി വെക്കുന്നത്. ഇതുപോലെ വെക്കുക. അതൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഈ സർക്കിളിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ സ്പാറ്റുല കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ടോപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആ സർക്കുലർ ഷേപ്പ് കിട്ടിക്കോളും. അതിനുശേഷം നമ്മൾ ആ സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഏകദേശം സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം.
ഇനി ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പ് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇതിനകത്ത് നമുക്ക് ക്രീമും ഒക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് സ്മൂത്താക്കി എടുക്കുകയാണ്. ഇപ്പം ഈ സൈഡൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഷേപ്പ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ സ്പാറ്റില തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിന് ഷേപ്പ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ആ സ്പാറ്റില കൊണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്തൊരു നല്ല ഷേപ്പ് വരും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ അതിനകത്തേക്ക് വന്നോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഡിസൈനൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. നമുക്ക് ഏത് ഡിസൈൻ വേണേലും ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് അതിനകത്ത് ടോപ്പ് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ ഉപയോഗിച്ച് അതിന് ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നോളൂ. ഇനി നമുക്ക് ഓവൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഒന്ന് താത്തി വെക്കണം. നമ്മൾ 320 ഡിഗ്രിയിലാണ് ഇത് പ്രീ ഹീറ്റ് ചെയ്തിരുന്നത്. ഇനി അതൊരു 250 ആയിട്ട് കുറച്ച് വെക്കണം. നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒത്തിരി കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ പുറം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ താത്തി വെക്കുന്നത്. അപ്പോൾ ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 250 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 75 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്ട്രോബെറി, റാസ്ബെറി, പിന്നെ കിവി, പിന്നെ ബ്ലൂബെറീസുമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു 75 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ ഓഫ് ചെയ്തേക്കാം. പക്ഷേ ഇത് ഓവനകത്ത് തന്നെ വെക്കണം കേട്ടോ. അതിനകത്ത് തന്നെ ഇരുന്ന് തണുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് പോകും. അതുകൊണ്ട് ഇത് ഓവനകത്ത് തന്നെ വെക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട്? കണ്ടിട്ടൊരു ഫ്ലവർ വേസ് പോലെ ഉണ്ടല്ലേ? ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്രീമൊക്കെ ഫില്ല് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹെവി വിപ്പിംഗ് ക്രീമാണ്. ഇത് ഏകദേശം ഒരു 470 ml ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ച് ഷുഗറോടെ ആഡ് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്. ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഷുഗറിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്തോ ഒരു മധുരം വേണം, അതനുസരിച്ച് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള ബൗളും പിന്നെ അതിൻ്റെ ബ്ലേഡൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് സമയം ഫ്രീസറിലൊന്ന് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഷുഗർ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും 1 ടീസ്പൂൺ വനില എസൻസുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹെവി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പം പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ഞാൻ കുറേശ്ശെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് നോസിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ജസ്റ്റ് അതിനകത്തൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അധികം ഷേപ്പൊന്നും വരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം അതിൻ്റെ ടിപ്പ് വരെ നമുക്കിതൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ സ്ക്വീസ് ചെയ്തു. ഇനി നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകം നമ്മുടെ പാവലോവയുടെ ഇൻസൈഡ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുകൊണ്ടോ നമ്മൾ സ്പൂൺ കൊണ്ട് വെക്കുമ്പോൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇനി നമുക്ക് പതുക്കെ ഇതങ്ങ് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അതിനകം മുഴുവൻ നമ്മൾ ഈ ക്രീം കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡും ഒക്കെ നന്നായിട്ട് കവർ ചെയ്യത്തക്ക വിധം ഇതൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇതിനകത്ത് വെക്കണം. ആദ്യം തന്നെ നമുക്ക് സ്ട്രോബെറീസ് കുറച്ച് വെക്കാം. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ബ്ലൂബെറീസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് വെക്കാം കേട്ടോ. ഇനി വെക്കുന്നത് കുറച്ച് റാസ്ബെറീസാണ്. അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ഇനി കുറച്ച് കിവി കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് കളറുകളെല്ലാം ഗ്രീനും റെഡും ഒക്കെ വരുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പല കളർ വെക്കുന്നത്. അതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, അതൊരു കുറച്ച് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്താൽ നന്നായിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് കുറച്ചുകൂടി ക്രീം ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഒരു ലെയർ കൂടി ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ സ്പാച്ചുല കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇത് നമുക്ക് വെക്കാം. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്താൽ ഇത് കാണാനൊരു ഭംഗിയുണ്ട് അല്ലേ. ഇനി നമുക്ക് കുറച്ച് ബ്ലൂബെറീസ് അതിൻ്റെ ഇടയ്ക്കൂടെ വെച്ച് കൊടുക്കാം. ഇനി വെക്കുന്ന കുറച്ച് റാസ്ബെറീസാണ്, അതും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ റാസ്ബെറീസൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി കിവി ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമുക്ക് ഇടയ്ക്കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രീനും റെഡും ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, ഒരു ക്രിസ്മസിൻ്റെ കളറൊക്കെ കിട്ടും അല്ലേ. ഇതുപോലെ കിവി അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് മിൻറ്റ് ലീഫ് ഉണ്ടല്ലോ, അതും ഇതുപോലെ വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിന് മുകളിലോട്ട് കുറച്ച് പൗഡേർഡ് ഷുഗർ കൂടി ആഡ് ചെയ്യുകയാണ്. അത് നമ്മളൊരു അരിപ്പയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇതുപോലെ നന്നായി വന്നോളും. അപ്പോൾ അതുകൂടെ ഇട്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാവലോവ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. എനിക്കിത് കണ്ടിട്ട് വളരെയധികം ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിത് കട്ട് ചെയ്യാനേ തോന്നുന്നില്ല, അത്രയ്ക്കൊരു ബ്യൂട്ടിഫുള്ളാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ വേസിൽ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്ന പോലെ അല്ലേ. അപ്പം ഇതാണ് പാവലോവ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിവേ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ അല്ലേ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അതിനാവും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്സൈഡ് ലെയർ എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ലെയറാണ്. അതിനകത്ത് മാഷ്മെലോയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു ടെക്സ്ചർ, അതുപോലെയാണ് അതിനകം ഇരിക്കുന്നത്. പിന്നെ വിപ്പ് ക്രീമും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും വളരെ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്കൊരു സ്ലൈസ് ഇതുപോലെ എടുക്കാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും ഔട്ട്സൈഡിൽ വളരെ ക്രിസ്പി ആയിട്ടൊരു ലെയർ കണ്ടു. അന്ന് അടുക്കുള്ളത് ഒരു മാഷ്മെലോ ടൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം ക്രിസ്പി ആയിട്ടുള്ളൊരു നേച്ചർ. ഇതാണ് ഞാൻ മാഷ്മെലോ ടൈപ്പ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ വിപ്പ് ക്രീമും പിന്നെ ആ ഫ്രൂട്ട്സ്, ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്കിതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് പാവലോവ ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്? അതുപോലെ തന്നെയാണ് ടേസ്റ്റും. നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അല്ലാതെ ഏത് അവസരങ്ങളിലും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ട് തന്നെയാണ്.
നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.